ചൂടുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള തണുത്ത പാനീയം കുടിക്കലാണ് ഏറ്റവും ഉത്തമം. നമ്മളിപ്പോ കാശ്മീർ യാത്രയെ പങ്കെടുത്ത് നമ്മുടെ അതീവാണോ. يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله. മരിച്ച ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കും മറ്റും വന്ന് ഹദിയകൾ കിട്ടുമോ എന്ന് നോക്കും. അപ്പൊ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലുള്ള മൈതാനിലേക്ക് പോകുന്നത്. വർഷം മുമ്പ് നടന്ന നമ്മുടെ SR മീഡിയയുടെ നബിദിന പരിപാടിക്ക് നല്ലൊരു സംഖ്യ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ തന്ന ആളും കൂടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ പെരുന്നാളാണ്. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള പെരുന്നാളുമായി ബന്ധപ്പെട്ട ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ നിസാമി ഉസ്താദ്, ഇബ്രാഹിച്ച, അതുപോലെ സൈനുദ്ദീൻ ഉസ്താദാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം കോളേജിൽ പോകേണ്ടി നിൽക്കുകയാണല്ലേ. ഈ ഒരു പെരുന്നാൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നത് എന്നുള്ള 1-2 കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, SR മീഡിയ നല്ല നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഇനിയും മുന്നോട്ട് നല്ല നല്ല കാഴ്ചകൾ വെച്ച് നല്ല വിഷയവുമായി ബന്ധപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ വീക്ഷകർക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ എന്ന ആശംസയോടെ എല്ലാവർക്കും ആശംസ ഒന്നും കൂടി എല്ലാവർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരുപാട് ദൂരത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ നേരെ പള്ളിയിലേക്ക് വരുന്നത് കേട്ടോ. ഇത് നമ്മളെ പള്ളിയുടെ പുറം ഭാഗമാണ് കേട്ടോ. എല്ലാ ആളുകളും പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നേരെ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോകാം. തിരക്കിലാണ്. ഇൻഷാ അല്ലാഹ് ഇനി നേരെ കയറാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഗഫൂർക്കയാണ്. നമ്മുടെ പെരുന്നാളുമായി കൊറോണയ്ക്ക് ശേഷം വന്ന പെരുന്നാളാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പെരുന്നാളൊന്നുമില്ലാതെ ഭയങ്കര ബേജാറിലുണ്ടായി. കൊല്ലം അൽഹംദുലില്ലാ എല്ലാം പെരുന്നാളും നോമ്പും പെരുന്നാളെല്ലാം എൻ്റെ കയ്യിൽ നാട്ടിലെ സഹകരണം കൊണ്ടെല്ലാം പാങ്ങര കയ്യിൽ. നമ്മുടെ പ്രസിഡന്റിന്റെ അഭിപ്രായം അറിയിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉപയോഗിച്ചയാണ്, മഹല്ല് സെക്രട്ടറിയാണ്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം വന്ന പെരുന്നാളാണ്. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം പെരുന്നാൾ കിട്ടിയിട്ടില്ല. ഈ കൊല്ലം അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. എല്ലാവരും നല്ല ആളും കൂടി നല്ല സന്തോഷത്തിൽ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് നോമ്പും പെരുന്നാളെല്ലാം ഇതേപോലെ ഇനി മുമ്പോട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ പെരുന്നാളും നോമ്പെല്ലാം നല്ല പാങ്ങിൽ നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ. കമ്മിറ്റിക്കാരും മറ്റും പെരുന്നാൾ പിരിവ് പിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ കമ്മിറ്റിക്കാരൊക്കെ يا رسول الله يا حبيب الله نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. محمد يا حبيب الله. ഇൻഷാ അല്ലാഹ് എല്ലാവരും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായ മുസാഫാത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഭയങ്കര ക്യാമറയിലേക്ക് അടിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവിടെ അതൊക്കെ നമ്മളെ മഹല്ലത്തുകാരാണ്. ഈദ് മുബാറക്ക്. ഇന്ന് റാത്തല്ലേ നമ്മളെ സുഹൃത്ത് ഈദ് മുബാറക്ക്. നമ്മളെ മലയാളിമാരെ റാത്തല്ലേ. ഈദ് മുബാറക്ക്.
ഈദ് മുബാറക്ക്. നമ്മളിപ്പോ കാശ്മീർ യാത്രയിൽ പങ്കെടുത്ത നമ്മുടെ അഭിപാടാട്ടോ. മാഷാ, എന്ത് പെരുന്നാക്കട കൂടെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് നമസ്കാരം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയാം. വളരെ റാഹത്തോടെ സന്തോഷത്തോടു കൂടെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്ത് ആഖിറത്തിലേക്ക് ഒരു മുതൽ കൂട്ടായി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മൈതാനിലേക്ക് പോകണല്ലേ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് സേവനം ചെയ്ത നമ്മുടെ സഖാഫി ഉസ്താദ് ഈ ഒരു വർഷത്തോടു കൂടി നമ്മൾ നിന്ന് വിട പറഞ്ഞു പോവാണ്. നമ്മുടെ SR മീഡിയയുടെതൊക്കെ എല്ലാവിധ ആശംസകളും ഉസ്താദിനെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വരിക. ഉസ്താദിന്റെ എല്ലാ വിഷയത്തിലും നമ്മുടെ നാട്ടുകാരുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്താണ്. അലി ആർക്കും മാതാപുരം നിവാസികൾക്ക് ഈദുൽ ഫിത്തറിന്റെ 1000 ആശംസകൾ നേരുകയാണ്. ഒരുപാട് വർഷം നാട്ടിൽ സേവനം ചെയ്ത ആളാണ്. ഈ വർഷം പിരിയാണ്. എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ തന്നെ ഞങ്ങൾ സബ്സ്ക്രൈബർ ആട്ടോ. ഇത് മാറൊക്കെ വീഡിയോയിലും കാണല്ലോ. ആഹത്തല്ലോ എല്ലാ വീഡിയോ കാണല്ലോ. يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോ നമ്മുടെ മാതാപുരം മഹലിലുള്ള മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്യുന്ന മൈതാനിയിലേക്കുള്ള ഒരു സിയാറത്ത് യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മരിച്ച ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കും മറ്റും വന്ന് ഹദിയകൾ കിട്ടുമെന്ന് നോക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിച്ചിട്ട് അപ്പോൾ അവർക്കും വേണ്ടി അവിടെ പോയി യാസീൻ ഓതി ദുആ എന്നുള്ളത് പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലുള്ള മൈതാനിയിലേക്ക് പോകുന്നത്. മൈതാനി എന്ന് പറയുമ്പോൾ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ വിട്ടിട്ടാണുള്ളത്. ഒരു തോട്ടത്തിന് നടുവിലാണ്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇവിടെയാണ് മൈതാനിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണം മൈതാനിയിലേക്ക് വരാൻ. മുകളിലൂടെ വരികയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും. വണ്ടിയിലൊക്കെ വന്നാൽ അങ്ങനെ വരാം. അപ്പോൾ മതിൽ ചാടിച്ചിങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ പുറമെ നേരിട്ടുള്ള വഴിയിലൂടെയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ മൈതാനിയിലേക്ക് പോകുമ്പോൾ എത്തിക്കല്ലേ. അപ്പോൾ ഖബറിന്റെ അടുത്ത് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് ചന്ദനത്തിന് മറ്റും കത്തിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും മൈതാനിയിലേക്ക് എത്തിയിട്ടുണ്ട്. മൈതാനിലെത്തിയ ഉടനെ അസ്സലാമു അലൈക്കും യാദാറക്കും. ഞാൻ നേരെ പോകാൻ പോകുന്നത് നമ്മളെ വാപ്പാൻ്റെ ഒരു ഖബറുണ്ട്. ഖബറിൻ്റെ അടുത്താണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് എൻ്റെ വാപ്പാൻ്റെ ഖബറുള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ വാപ്പാൻ്റെ ഖബർ. അല്ലാഹു തആല ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ആളുകളും സിയാറത്തൊക്കെ ചെയ്തതിന് മുകളിൽ സമൂഹ പ്രാർത്ഥനയുണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ ഖബറിലേക്ക് പോയിട്ട് സിയാറത്ത് ചെയ്യും. അതിനുശേഷം സമൂഹമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. വലൈക്കും അസ്സലാം. قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله لا إله إلا الله.
ലാസിമ വെള്ളം കുടിച്ചോണ്ടിരിക്കാട്ടോ. നല്ല തണുപ്പുണ്ടോ വെള്ളത്തിന്? അല്ലെ, നടന്ന് ക്ഷീണിച്ചു വന്നതിന് നല്ല ഭാഗത്ത് വെള്ളം കുടിക്കാൻ അല്ലേ റഫീഖ? പെരുന്നാള് ഉഷാറായിട്ട് കഴിഞ്ഞ് അതിനുണ്ട് ചൂടിന് വെള്ളം കുടിക്കുമ്പോ തണല്ലേ. മൈതാനിയിൽ ചേർത്ത് കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടി നാല് കമ്മിറ്റിക്കാരനാണ്. ഇതൊക്കെ എങ്ങനെയുണ്ട് ഈ കൊല്ലത്ത് പെരുന്നാള്? ഇതേപോലെ മുന്നോട്ട് ഇതേപോലെ പണം നമ്മളെ മഹല്ല് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സീനിയർ അനുസരിച്ച് എങ്ങനെയുണ്ട് ഈ കൊല്ലത്ത് കൊറോണയ്ക്ക് ശേഷമുള്ള പെരുന്നാൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കൊല്ലത്തെ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാൾ എല്ലാവരും ഒന്നിച്ചു കൂടി നടത്തുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഓരോരോ വീട്ടുകാരും കുടുംബക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ സന്തോഷത്തിൽ വിജൃംഭണമായി കഴിഞ്ഞ്, അതുപോലെ നമ്മളെ മരിച്ചു പോയ മൈതാനിൽ വന്ന് അവരുടെ ഒരു ഖബർസിയാറത്തും കൂടി കഴിഞ്ഞിട്ട് പോക്കിലാണ് തിരിച്ചു പോകുന്ന പോക്കിലാണ് നമ്മുടെ സിദ്ദീഖ് ഫാലിസ്റ്റിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അസ്സലാമു അലൈക്കും നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയത്തിലും ഒരു ഹെൽപ്പിനൊക്കെ ഉള്ള ഒരു ആളും കൂടിയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. ഇത് നമ്മൾ അസ്രഫ്ക്കാണ്, കമ്മിറ്റി മെമ്പറാണ്. ഞാനെന്റെ പെരുന്നാളി കൊല്ലത്ത് മാഷാ അല്ലാഹ് നല്ല റാഹത്തായി. എല്ലാവരും നമ്മളെ ഖബർസ്ഥാനിൽ വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് എല്ലാം ഇതാ പിരിഞ്ഞു വിടുന്നു. അല്ലാഹു ഖൈറിലാക്കട്ടെ. എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇൻഷാ അല്ലാഹ്. പ്രിയ സുഹൃത്താണ് കേട്ടോ അടുത്ത വിഷയം. ഈദ് മുബാറക് എല്ലാവർക്കും. നല്ല ഉസ്താദാ, നമ്മളൊരു ഫ്രണ്ട് പോലെ. അതല്ലേ, നാട്ടിലത്തെ വൈസ് പ്രസിഡന്റും അതുപോലെ നമ്മളെ സ്റ്റോറിലെ സത്താർച്ചയാണ്. കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഈ ഒരു വർഷത്തെ പെരുന്നാൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വർഷത്തെ പെരുന്നാൾ ഭയങ്കര റാഹത്തോടെ അൽഹംദുലില്ലാഹ് പാങ്ങനെ കഴിഞ്ഞു കൂടി എല്ലാവരും നാട്ടുകാരെല്ലാം സന്തോഷത്തിലും എല്ലാ റാഹത്തിലും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും അൽഹംദുലില്ലാഹ് ഇതേപോലെ മുമ്പോട്ട് എല്ലാവർക്കും നോമ്പ് തുറ 30 നോമ്പ് തുറയും എല്ലാ നിസ്കാരം പെരുന്നാൾ നിസ്കാരം വരക്കും മൈതാനിയെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. സ്വലാത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനുസരിച്ച് എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു വർഷത്തെ പെരുന്നാൾ, കൊറോണയ്ക്ക് ശേഷമുള്ള പെരുന്നാൾ? ഈ പെരുന്നാൾ ഭയങ്കര സന്തോഷത്തിന് റാഹത്തിലുമായി. അത്തായം മാഷാ അല്ലാഹ് നോമ്പ് തുറ ഭയങ്കര അടിപൊളിയായിരുന്നു. അല്ലാഹു ഇനിയും പുരോഗമനത്തിന് എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു വിട്ടു. നാട്ടിലൊരു ചെറിയ യൂട്യൂബറും കൂടിയാണ് കേട്ടോ. അളിയ എന്റെ പെരുന്നാളെ പറ്റി എന്താ അഭിപ്രായം? പെരുന്നാൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതല്ലേ, ആഘോഷിക്കുന്നുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാണ്ടോ? അങ്ങനത്തെ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. അതല്ലേ, സന്തോഷമാണ് എപ്പോഴും. നമ്മള് മൈതാനി പോയി സിയാറത്തൊക്കെ ചെയ്ത് പള്ളിയിലേക്ക് തിരിച്ചു പോകണം അല്ലേ, പോകുന്ന പോക്കാണ്. നമ്മളെ പ്രിയ സുഹൃത്ത് അഷ്റഫാണ് കേട്ടോ. നമ്മുടെ ഒരുവിധം എല്ലാ വീഡിയോസുകളും ഒഴിവുണ്ടാകുമ്പോൾ കാണുന്ന ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ പലപ്പോഴും പല മസാലകളും ഇസ്കാലൊക്കെ തീർക്കാൻ വേണ്ടി ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ മുഖത്തേക്ക് ബ്രേറ്റില്ല. അപ്പോൾ എന്താണ് സാറേ പെരുന്നാളിനെ പറ്റി പറയാം? അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം ലോക്ക്ഡൌൺ ആയതിനു ശേഷം നമ്മൾ ഒരുമിച്ച് കൂടിയ പള്ളിയിൽ അൽഹംദുലില്ലാഹ് ഇതേപോലെ എല്ലാ വർഷം ഒരുമിച്ച് കൂടാനുള്ള അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളെ എസ്ആർ മീഡിയ
ഇന്ന് ഒരുപാട് ഉയരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ദുആക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ എല്ലാ അഭിപ്രായങ്ങളും വരുന്നത് എല്ലാ വീഡിയോസാണ് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആഗ്രഹമുണ്ട്, തീർച്ചയായും കൂടെ ടൂർ അടിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വിധിക്കുന്ന ആഗ്രഹം ശരിയാവും. ഒരു ദിവസം ഒഴിവ് നോക്കിയിട്ട് നമ്മൾക്ക് വരാൻ കിട്ടാം. സിയാറത്തൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് തിരിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഓരോരുത്തർ വീട്ടിലേക്ക് തിരിച്ച് കുറെ ആളുകൾ പള്ളിയിൽ വന്ന് ദുആ ചെയ്ത് പിരിയാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളും പള്ളിയിലേക്ക് കയറി ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ ഇറങ്ങാം. നമ്മുടെ SR മീഡിയയിൽ ഇതിനു മുമ്പ് നടന്ന പരിപാടിയിൽ നല്ല അതിഗംഭീരമായിട്ട് നല്ല മതകാരം പാടിയ അഷ്റഫ് ഖാന്റെ മോനാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും മത പാടിക്കും. അവധിയെടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട്. സന്മാർഗത്തെ തേടിക്കോ, സൽക്കർമ്മമായി നടമാടിക്കോ. സന്മാർഗത്തെ തേടിക്കോ, സൽക്കർമ്മമായി നടമാടിക്കോ. അത് വായിച്ചു ഗമിച്ചു പഠിച്ചാൽ പിന്നെ സംഗതി ഗുണമാലോഫീസ്, സംഗതി ഗുണമാലോഫീസ്. ആക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ വീട്. ദുനിയാവ് നല്ല രണ്ടുപേരും നമ്മുടെ ഈ SR മീഡിയ ആൾക്കാർക്ക് വേണ്ടി പാടിയ സൽമാൻ ഫാരിസിലേക്ക് 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. അടുത്ത കാഴ്ചയിലേക്കാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെരക്ക് വരുന്നതിൻ്റെ വെയിൽ നമ്മുടെ നാട്ടിലൊരു യാക്കൂബിച്ച എന്ന് പറയുന്ന നമ്മുടെ ഒരു അയൽവാസിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പെരുന്നാൾ എന്ന നിലക്ക് വന്നതാണ് കേട്ടോ. മൂപ്പര് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ മൂപ്പര് ക്ഷണിച്ചപ്പോൾ നമ്മൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യാക്കൂബിച്ചൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് റാഹത്തല്ലേ? لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل على محمد. അപ്പോൾ പെരുന്നായിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം അവിടെ കുടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള തണുത്ത പാനീയം കുടിക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളിവിടുന്ന് അടുത്ത യാത്ര തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വർഷം മുമ്പ് നടന്ന നമ്മുടെ SR മീഡിയയുടെ നബിദിന പരിപാടിക്ക് നല്ലൊരു സംഖ്യ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ തന്ന ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ യാക്കൂബിച്ച. അല്ലാഹു തആല ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇദ്ദേഹത്തിൻ്റെ മകനും നല്ലൊരു ഗായകനും കൂടിയാണ്. അപ്പോൾ നല്ല ഉയരത്തിൽ നിന്ന് നല്ല ഇനിയും ഉയർച്ചയിലേക്ക് അല്ലാഹു തആല എത്തിക്കട്ടെ. അപ്പോൾ വിദേശത്തിൽ നിന്ന് UAE നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ അല്ലേ? ഞാൻ എത്തിയിട്ടുള്ളൂ. KCF-ൻ്റെ KSUVൻ്റെ ഒക്കെ നല്ലൊരു പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലയിലും, അതായത് നമ്മുടെ മഹല്ലത്തിൽ നിന്ന് പല പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കിറ്റ് വിതരണമാണെങ്കിലും മറ്റുള്ള സഹായത്തിനാണെങ്കിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ യാക്കൂബിച്ച. അപ്പോൾ നമ്മുടെ മീഡിയയിലുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആശംസ, രണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SR മീഡിയൻ്റെ ഈ പരിപാടി എല്ലാവരും കാണുന്നുണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. പിന്നെ നല്ലൊരു പരിപാടിയാണ്. ഉസ്താദിൻ്റെ ഈ SR മീഡിയ ത്രൂ കുറേ സിയാറത്ത് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിനൊന്ന് സഹകരിച്ച് കൊടുക്കുക. SR മീഡിയക്ക് നല്ലൊരു റമദാൻ ആശംസകൾ, പെരുന്നാൾ ആശംസകളെല്ലാം. ഇപ്പോൾ കയറിയ യാക്കൂബിച്ചാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹനീഫാൻ്റെ വീട് കേട്ടോ. ഹനീഫ നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്, നമ്മുടെ ഒരു സജീവ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഹനീഫാൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ ഒന്ന് കയറി ഇറങ്ങാം നമുക്ക്. അപ്പോൾ നമ്മളെ സുഹൃത്ത് അഷ്റഫിൻ്റെയും ഹനീഫാൻ്റെയും വീട്ടിൽ നിന്ന് ചെറിയൊരു മധുരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരതാ നമ്മളെ ഇബ്രാഹിച്ചാൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇബ്രാഹിച്ച നമ്മളെ പണ്ട് മുതൽ നമ്മൾ ഉപ്പാൻ്റെ ഒരു സുഹൃത്തും നമ്മൾ ജ്യേഷ്ഠന്മാരെ നമ്മളൊക്കെ ഒരു സുഹൃത്ത് പോലെയാണ്. പ്രായം എന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ഇബ്രാഹിച്ചൻ്റെ പേരേക്ക് എല്ലാ കൊല്ലം പെരുന്നാൾക്കും ഉമ്മാമാൻ്റെ പേരിൽ യാസീനോദാനൊക്കെ വിളിക്കുന്നതാണ്. പക്ഷെ ഒരു പെരുന്നാൾക്കും വരാൻ പറ്റില്ല, അന്നൊക്കെ പള്ളിയിലുണ്ടാവും. പിന്നെ ഭാര്യ വിട്ട് പോക്കാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മാമാൻ്റെ ആണ്ടിനെ പ്രമാണിച്ച് നമുക്ക് ഇന്ന് ഇവിടുന്ന് ദ്വാരന്നിട്ട് തന്നെ പോകാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഇബ്രാഹിച്ചൻ്റെ വീട്ടിലേക്ക് പോവാം. رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلالك اللهم صل على محمد. ഇൻഷാ അല്ലാഹ് നല്ല ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ സാധനമാണ് റോഹാബ്സ് കേട്ടോ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കുടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം. അപ്പോൾ പ്രിയമുള്ളവർ, ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ നേരെ അയൽവാസിയുള്ള അദ്റാം സഖാഫി ഉസ്താദിൻ്റെ വീട്ടിലാണ്. നമ്മുടെ അയൽവാസിയാണ്.
അപ്പോൾ അതിന് മുമ്പ് വേറൊരു വീട്ടിലേക്ക് പോയി ദുആ ചെയ്ത് വന്നതാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അയൽവാസികൾ 1-2 വീടുകളിലൊക്കെ പോവാം, ദുആരിക്ക വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ദുആയിരുന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോകണം. അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട 1-2 കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കലോടുകൂടി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഫാത്തിഹ. الحمد لله رب العالمين يا جدير نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد. നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് പോകണം അല്ലേ?